എടി ഒന്ന് ചിരിക്കടി. ആ ഇനി ഒന്ന് അങ്ങോട്ടിരുന്നേ. ആ മുടി ഒന്ന് എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടെ നോക്കട്ടെ. ആ റെഡി. ആ ഞാൻ പോയിട്ട് വരാം. എന്താ രാജു ഇത്? അടിപൊളി, സൂപ്പർ. ഇനി എടുത്ത് എന്റെ മോൻ തേഞ്ഞു പോ. ഞാൻ പോയിട്ട് വരാം. മതി. നിക്കടി അവിടെ. പോയി കണ്ടിട്ട് വാ. ഞാനും അന്വേഷിച്ചതായി പറ. പേടിച്ചോ നീ? സത്യം പറ. ഓക്കെ. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, പെട്ടെന്ന് വരണം. ഒരെണ്ണം കൂടെ. താങ്ക് യു. ബൈ. അവിടെ എല്ലാവർക്കും സുഖമാണോ മോളെ? സുഖം. രാജു അമ്മയ്ക്കൊരു കൂട്ടം കൊടുത്തയച്ചിട്ടുണ്ട്. എന്താ? മൊബൈൽ. ഇനി വിളിച്ചില്ലെന്ന് കുറ്റം പറയരുത്. അമ്മയ്ക്ക് എന്തിനാ മോളെ ഇതൊക്കെ? എവിടെ ആയിരുന്നാലും നീ സുഖമായിട്ടിരിക്കണം. അമ്മയ്ക്ക് അത് മതി. ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എന്നാലും കഴിക്കാനുണ്ടോ? അയ്യോ ഇല്ലില്ല, ഞാൻ പോവാ. അവിടെ രാജു ഒറ്റയ്ക്കേ ഉള്ളമ്മേ. പിന്നെ വല്ലതും കഴിച്ചിട്ട് ഉച്ച ഇരുന്നിട്ടൊക്കെ പോയാ മതി. രാജു ഒറ്റയ്ക്കോ? ആ മിണ്ടാണ്ടിരിക്കോടെ. മൂലമറ്റം പവർ ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ ഇനിയും തീർന്നില്ലേ? ഇത് പവർ ഹൗസ് തന്നെയാ. ഈ കുന്തം കാരണം മോട്ടർ അടിച്ചിട്ടില്ല. കുളിക്കാൻ വെള്ളമില്ലാന്നും പറഞ്ഞ് ബിശ്വസാർ അവിടെ കലിതുള്ളി നിൽക്കുക. ഓഫീസിൽ പോകാൻ നേരായെന്നും പറഞ്ഞു. ഒരു ദിവസം കുളിച്ചില്ലാന്ന് വെച്ച് കമ്പനി പൊളിഞ്ഞൊന്നും പോവില്ല. അയാളോട് വേണമെങ്കിൽ പുഴയിലിറങ്ങി കുളിക്കാൻ പറ. നീ ആ നട്ടൊന്ന് ടൈറ്റ് ചെയ്ത്. നെട്ട് ലൂസായിരിക്കുന്നത് ഇതിന്റെ അല്ല. ഇതൊക്കെ വെട്ടിപ്പൊളിച്ച് അടുപ്പിലിട്ട മേനോ സാറിന് കുളിക്കാൻ വെള്ളം ചൂടാക്കാം. നിന്റെ ശവടക്കം നടത്താം. എനിക്ക് പോടായിരുന്നു. ഓരോ കേസ് കെട്ടും കൊണ്ട് ഇറങ്ങിക്കോളും. കറണ്ട് ഉണ്ടാക്കുക അത്രേ. ഒരു കണക്കിന് അതാ നല്ലത്. ഷോക്കടിപ്പിക്കാൻ വേറെ കൊണ്ടോണ്ടല്ലോ. രാജു എനിക്ക് വേദനിക്കുന്നുണ്ടോ? തലയ്ക്ക് സുഖമില്ലാത്തവനാ ഞാൻ നോക്കില്ല. വെച്ച് തേമ്പി തരും ഞാൻ. ആർക്കാണ് അസുഖം? കളിക്കരുത് രാജു, അടങ്ങ നീ. എന്താണെന്നല്ലേ ചോദിച്ചത്? പറ. ഈ പുന്നാര മോനോട് ചോദിച്ചു നോക്ക്. ഞാൻ വന്നില്ലെങ്കിൽ ഇവനെ ചവിട്ടി കൊന്നേനെ. അപ്പൊ അവൻ പറഞ്ഞൊന്നും കുറ്റമല്ല. സാബു വെക്കോ. ഓ രാജു, go do what you want. Get out. എന്താ വിശ്വത്? നിനക്ക് അറിഞ്ഞൂടാ അവന് സുഖമില്ലെന്ന്. എന്താ സുഖം? ആർക്ക്? അച്ഛൻ ഈ പറഞ്ഞ ആ തണ്ടി അവിടെ കടന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഇവനും പറയുന്നത്. ഈ വീട്ടിൽ നിന്ന് ഭ്രാന്തില്ലാത്തവനും ഭ്രാന്ത് വരും. കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. എവിടെയെങ്കിലും ചെന്ന് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല. ഞാനും ഒരു മനുഷ്യനാ. ഇതൊന്നും പാടില്ലെങ്കിൽ എന്നെ പിടിച്ചൊരു പ്രതിമയാക്ക്. എന്നാ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. അതിര് കവിഞ്ഞ ഇമോഷൻസ് കാണിക്കുന്നതിന് പേര് വേറെയാ. കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നാട്ടുകാർ പണ്ട് എന്നെയും ഭ്രാന്തെന്നാ വിളിച്ചിരുന്നത്. ഇപ്പം ഭ്രാന്തൻ ഡോക്ടറിനായി. അത്രേ ഉള്ളൂ. അതിലൊന്നും വലിയ കാര്യമില്ല രാജു. എന്നിട്ട് ഒരുതരം ഗ്രൂപ്പിസം യാർ. വീട്ടിലെല്ലാവർക്കും ഒരു ഭയങ്കര ഇൻസൾട്ടിങ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെയൊന്നും ഇല്ല രാജു. യു ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്, ഓക്കെ? ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. അല്ല, ഇഗ്നോർ ചെയ്താലും അവന്മാര് നമ്മുടെ കാര്യത്തിൽ കയറി ഇടപെടുകയാണ്. ഇന്നലെയും അതൊക്കെ തന്നെയടി സംഭവിച്ചത്. ആ രാജു ഏതായാലും അവന് 2 എണ്ണം കൊടുത്തത് നന്നായി. ജസ്റ്റ് ലീവ് ഓൾ ദാറ്റ്, ഓക്കെ? ഡോക്ടർ, കൈക്ക് ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട്. Let me see. Forearm-ല്. It hurts? Yeah. Okay. To be sure, we'll take an X-ray, okay? Okay. Take this down there. Okay? Ba. Ashwati, just a second.
യാ യു ക്യാരി ഓൺ. ഞാൻ വരാം. യാ അശ്വതി, ശരിക്കും ഇന്നലെ അവിടെ എന്തുവാ സംഭവിച്ചത്? സാബുവായിട്ടുള്ള ഉന്തും തള്ളിലും ആ തുടങ്ങിയത്. ഉം. പിന്നെ അത് വിഷുവായിട്ടുള്ള ആർഗ്യുമെന്റ് ആയി. പിന്നെ അച്ഛൻ വന്നപ്പോ അച്ഛനെ നേർക്കും ഷൗട്ട് ചെയ്തു. ഓക്കെ. പിന്നെ എന്നോട് Come with me. Come. Look, Ashwati. He has a history of having nervous breakdowns. ഇപ്പോൾ അവൻ അതിന്റെ ഒരു തിരിച്ചുവരവിന്റെ സ്റ്റേജിലാണ്. ഈ അവസ്ഥയിൽ അവനോട് പെരുമാറുന്ന എല്ലാവരും കുറച്ച് കെയർഫുൾ ആയിരിക്കണം. രാജുവിന്റെ ഉള്ളിൽ ഒരു ഫിയർ കോംപ്ലക്സ് ആണുള്ളത്, എ കൈൻഡ് ഓഫ് പാരനോയ. മറ്റുള്ളവരൊക്കെ തന്നെ മാത്രം ശ്രദ്ധിക്കുന്നു, തന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ള തോന്നല്. ശരിക്കും പറഞ്ഞ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നൊരു പേടി, സെൻസ് ഓഫ് ഐസൊലേഷൻ. യു ക്യാൻ അശ്വതി. നമുക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കെയർഫുൾ ആയിട്ടുള്ള പെരുമാറ്റം, സോഫ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്, അത് പക്ഷേ എല്ലാവരുടെ ഭാഗത്തുനിന്ന് വേണം. ഐ മീൻ കൂട്ടായിട്ടുള്ള ഒരു ശ്രമം. ആൻഡ് ഇതിരിക്കട്ടെ അശ്വതി, ഇനി ഇതുപോലെ വരുവാണെങ്കിൽ ദിസ് വിൽ ഹെൽപ്പ് ഹിം റിലാക്സ് ഓക്കെ. ആൻഡ് ടേക്ക് കെയർ ഓഫ് ഹിം. പേടിക്കാനൊന്നുമില്ല. ഡോണ്ട് വറി. എന്ത് പറഞ്ഞില്ലേ പുള്ളി? എന്താ ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനാ, നിന്റെ അടുത്ത് പറഞ്ഞൊക്കെ തന്നെ. നിനക്കായിരുന്നല്ലോ നിർബന്ധം. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എനിക്കൊരു കുഴപ്പമില്ലാന്ന്? അതിന് നിനക്ക് കുഴപ്പമുണ്ടെന്ന് ആരാ പറഞ്ഞേ? അവന്മാര് പറയുന്നത് എനിക്കാ വട്ടെന്ന്, ഞാൻ പറയുന്ന അവന്മാർക്കാ വട്ടെന്ന്. കഷ്ടകാലത്തിന് എണ്ണത്തിൽ കൂടുതൽ അവന്മാരല്ലേ, അപ്പൊ പിന്നെ എനിക്കല്ലേ വട്ട്. എന്താ ചെയ്യല്ലേ, ഇവന്മാരൊക്കെ ഓരോന്ന് പറഞ്ഞങ്ങ് ഉണ്ടാക്കിക്കോളും. എവിടെ പോയത്? എടോ പ്രിയ, നീ ഒന്ന് വേഗം എടുക്ക്, എനിക്ക് പോകേണ്ട സമയമായി. എടുത്തു. വിഷുവേട്ടാ ഒന്ന് വന്നേ. അശ്വതി ചേച്ചി രാജേട്ടൻ അവിടെ ഞെക്കിക്കൊല്ല. ഇവൻ ഇത് എന്തൊക്കെയായി കാണിക്കുന്നത്? ഞാൻ വിളിച്ചിട്ട് തുറക്കുന്നില്ല. ഇനി കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരും. എടാ രാജു, വാതിൽ നോക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കേ. രാജു, എന്താ അശ്വതി എവിടാ? അവിടെ നിൽക്കാൻ. ഇവിടെ എല്ലാത്തിനും വട്ടം. പണ്ടൊക്കെ ഒരു കല്യാണാലോചന എന്ന് പറഞ്ഞാൽ കാരണവന്മാർ തമ്മിൽ കൂടിയാലോചിക്കണം, ജാതകം, പൊരുത്തം, അങ്ങനെ എന്തൊക്കെ ഫോർമാലിറ്റീസ് ആയിരുന്നു. ഇപ്പൊ പിള്ളേര് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടുപിടിക്കുക. രേവതിയുടെ കാര്യം അങ്ങനെ തന്നെ, ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ട അത്ര. ഓഹോ, ആ മോളെ ചായ കുടിക്കാം. ആ അന്വേഷിച്ചപ്പോ തരക്കേടില്ലാത്ത ഫാമിലിയാ, എല്ലാം കൊണ്ട് ചേരും. ചെക്കൻ UK പഠിച്ചത്, ഇപ്പൊ ജോലി അവിടെ തന്നെ ആയതുകൊണ്ട് കല്യാണം കഴിഞ്ഞ രണ്ടുപേരും അവിടെ സെറ്റിൽ ചെയ്യാനാ പരിപാടി. അതേതായാലും നന്നായി. ആ നമുക്ക് നമ്മുടെ കാര്യം നോക്കി സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൂടാലോ. അതെ, യു ആർ റൈറ്റ്. അശ്വതിയുടെ അച്ഛനെ എനിക്ക് നേരത്തെ അറിയാം. ഇവിടുത്തെ ഡ്രൈവർ ആയിരുന്നില്ലേ? പണ്ട് ഞങ്ങൾ പഴനിക്ക് പോയപ്പോ വണ്ടി ഓടിച്ചത് നിന്റെ അച്ഛൻ ചന്ദ്രനാ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ചേച്ചിക്കും ചേട്ടനും ഒന്നങ്ങോട്ട് വരാൻ തോന്നിയോ? അതിന് രാജുവിന് സ്വബോധം ഉണ്ടായിട്ട് വേണ്ടേ? അല്ല, രാജു അവിടെ മുറിയിലുണ്ട്. സ്വബോധം ഇല്ലാത്തോണ്ട് അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. പ്രിയയുടെ കല്യാണത്തേക്കാൾ ഗ്രാൻഡ് ആയിട്ട് രേവതിയുടെ കല്യാണം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ചെലവിന്റെ കാര്യം തള്ളിയും വിഷമിക്കണ്ട. പ്രിയയുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്റെ സിസ്റ്റർ അല്ലേ. കല്യാണം നമുക്ക് ഗ്രാൻഡ് ആക്കാം. ഓക്കെ, ഡോണ്ട് വറി. നീ കിച്ചണിൽ പോയി എന്തെങ്കിലും എടുത്തോണ്ട് വന്നേ. എന്ത് വേണം? എന്തെങ്കിലും. പിന്നെ നമ്മുടെ ജിമ്മിയുടെ കാര്യം എന്തായി? അവന്റെ കാര്യം പറയാണ്ടിരിക്കാൻ വേണം. അവൻ ആ പ്രോപ്പർട്ടി വാങ്ങില്ലേ? എന്ത് കാര്യം ഉണ്ടായിരുന്നു? ഒന്നും നടന്നില്ല. രാജീവ്, ആ പുഴക്കരയിലെ വഴിയുടെ പെർമിഷന് വേണ്ടിയിട്ടേ ചില ഇൻഫ്ലുവൻസ് ഒക്കെ വേണ്ടി വരും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഒരാഴ്ചത്തെ കാര്യമുള്ളൂ. അല്ല,
രാജുവിന് ഇപ്പൊ എങ്ങനെയുണ്ട്? അതുപോലൊക്കെ തന്നെയുണ്ട്. ഒരിക്കൽ ഭ്രാന്ത് വന്ന മാറാൻ വലിയ പ്രയാസം. ഈ വട്ടെന്നൊക്കെ പറയുന്നത് ഒരുതരം ജനറ്റിക്കൽ ഡിസോർഡറാ. അവന്റെ സമനില തെറ്റാൻ അമ്മയുടെ മരണം ഒരു കാരണമൊന്നുമല്ല, അതൊക്കെ ഒരു നിമിത്തം മാത്രം. എന്ത് ചെയ്യാനാ, അനിയനായി പോയില്ലേ? ആ, ഒക്കെ ശരിയാവും. കല്യാണത്തിന് തലേന്ന് ഞങ്ങൾ എല്ലാവരും വരാം. അത് മതിയല്ലോ അല്ലേ? ആ ആ ആ. ആയിക്കോട്ടെ. മോനെ വിഷ്ണു വിളിക്കേ, എല്ലാവരും കഴിക്കാൻ വരാൻ പറ. എടുത്തു വെച്ചിട്ടുണ്ട്. രാജു എവിടെ മോളെ? റൂമിലാ. ആ വരാൻ പറയും. വിളിക്കേ. രാജു വാ, ചോറെടുത്ത് വെച്ചു. ഞാൻ പിന്നെ കഴിച്ചോളാം. ആ ജാട ടീമുകളിലൂടെ ഞാനല്ല. പ്രീച്ചിയുടെ അച്ഛനൊക്കെ അന്വേഷിച്ചു, അവരെന്ത് വിചാരിക്കും? വാ. ഇവളായിരുന്നു കുക്കിങ്ങിന്റെ മേൽനോട്ടം. ആ, എവിടെയായിരുന്നു രാജ്യത്ര നേരം? ഞങ്ങൾ വന്നിട്ട് നേരെ എത്രയായി? മുറിയിലുണ്ടായിരുന്നു ഞാൻ. വെറുതെ കുറച്ചു നേരം ഇങ്ങനെ. ആ മോളെ, നീ എല്ലാവർക്കും ഒന്ന് വിളമ്പേ. ആ അച്ഛന് വിളമ്പ്. അച്ഛാ, കല്യാണം കഴിഞ്ഞ് രാജുവേട്ടന് ഇത്തിരി മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സ്മാർട്ട് ആയല്ലോ. ചിലരങ്ങനെയാ, കല്യാണം കഴിഞ്ഞാൽ നല്ല മാറ്റമായിരിക്കും. ഒരു കാര്യത്തിന് വന്നാ അത് ചെയ്തിട്ട് പോണം, അല്ലാതെ മറ്റുള്ളവന്റെ കാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ നിൽക്കരുത്. വീട്ടിൽ വരുന്നവരോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കും രാജു. അതെന്ത്? ആ മര്യാദ എനിക്ക് മാത്രമേ ഉള്ളൂ, ഈ വന്നിട്ടുള്ളവർക്കൊന്നും ഇല്ലേ? രാജു, അല്ല രാജു, ഞാൻ വെറുതെ കോമൺ ആയിട്ടൊരു കാര്യം. ഷടാപ്പിയാ. അളിയനും അളിയനും കൂടെ കുറച്ചു നേരം മുമ്പ് എന്നെ കുറിച്ച് എന്താ പറഞ്ഞത് ഞാൻ കേട്ടതാ. ഭ്രാന്ത് പാരമ്പര്യമാണ് പോലും. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനും ഇയാൾക്കൊക്കെ പറഞ്ഞല്ലോ. രാജു പ്ലീസ്. നിന്നോട് ഞാൻ അപ്പളെ പറഞ്ഞ ഈ ജാടകളുടെ ഇടയിലേക്ക് ഭക്ഷണം കഴിക്കാനില്ല എന്നുള്ളത്. അപ്പൊ നിനക്കായിരുന്നു നിർബന്ധം. ഇത് കേൾപ്പിക്കാനാണ് നീ എന്നെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട്. ഒന്ന് പോടും. രാജു ഇതൊക്കെ ഒന്ന് മാറ്റി. എന്താ ഇത്? മോളെ ഇതാത്തോണ്ട് Raju, how are you feeling? Let me see. എന്ത് വാടോ, ഞാൻ കുറച്ചും കൂടെ പിൽസ് പ്രിസ്ക്രൈബ് ചെയ്യണം.
ബോർ അടിക്കുന്നത് തോന്നുമ്പോൾ തിന്നാൻ. എനിവേ യു ടേക്ക് ഗുഡ് റെസ്റ്റ്, ഓക്കെ? അശ്വതി, can I talk to you? I'll see you later. അശ്വതി, don't worry. He'll bounce back. പിന്നെ ആ പിൽസ് ഒക്കെ എടുത്ത് മാറ്റി വെക്കണം. And make sure it's under your custody. And also keep him awake till that drip is finished, okay? I'll see you later. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഇല്ല, എല്ലാം ഓക്കെയാണ്. യാ, ഓക്കെ ബൈ. Okay, വിശ്വാം. ആ ഡോക്ടർ, രാജുനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആ രാജു വീണ്ടും ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ആൻഡ് ഇങ്ങനെ പിൽസ് എടുത്ത് കഴിച്ചാൽ നമുക്ക് എപ്പോഴും സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സൂക്ഷിക്കണം. അവൻ എന്നോടെന്തോ ശത്രുത ഉള്ളതുപോലെ. ഞാൻ അവനെ മനഃപൂർവ്വം ഒപ്പോസ് ചെയ്യുന്നുണ്ടെന്നാ അവന്റെ വിചാരം. അങ്ങനെയൊക്കെ തുടങ്ങിയ Look, Vishwa. എന്താ ചെയ്യാൻ പറ്റുക? അത് അവന്റെ പേടിയാണ്. രാജു, രാജു എനിക്ക് എന്നെ നോക്ക്. രാജു, നിങ്ങൾ അവനെ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യണം. അതേ ഒരു വഴിയുള്ളൂ. ടേക്ക് കെയർ ഓഫ് ഹിം. I'll see you. താങ്ക് യു ഡോക്ടർ.